ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വെറ്റ് ഓൺ വെറ്റ് ഫാബ്രിക് പെയിൻറ്റിങ് മെത്തേഡാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് തുണി കുതിർക്കേണ്ട ആവശ്യമില്ല, തുണി മുഴുവനും വെറ്റാക്കിയതിന് ശേഷം അതിൽ പെയിൻറ് ചെയ്യുന്ന രീതിയാണ്. ആ പെയിൻറ്റിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്തോ ചേർക്കാതെയോ പെയിൻറ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുക, അതിനുശേഷം വാട്ടർ മിക്സ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് പെയിൻറ് ചെയ്യുന്നൊരു രീതിയാണ്. പ്രധാനമായും ഈ രണ്ട് രീതികളിലാണ് തുണികളിൽ പെയിൻറ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ രീതിയാണ് ചെയ്യുന്നത്, എങ്കിലും ഞാൻ തുണി മുഴുവനായിട്ടും വെറ്റാക്കുന്നില്ല. എനിക്ക് ആവശ്യമായിട്ടുള്ള എൻ്റെ ഡിസൈനിൻ്റെ എഡ്ജസ് എനിക്ക് ഇച്ചിരി ഷാർപ്പായിട്ട് വേണമെന്നുണ്ട്. എന്നാൽ ഒരുപാട് ഷാർപ്പല്ല, ഇച്ചിരി ബ്ലർ ആയിട്ടാണ് വേണ്ടത്. ഒരുപാട് ബ്ലർഡ് ആയിട്ടുള്ള ഇമേജും എനിക്ക് വേണ്ട. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ ആദ്യം ഫ്ലവറിൻ്റെ പെറ്റലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും ഫ്ലവറിൻ്റെ നടുക്ക് ഞാൻ ബ്രഷ് കൊണ്ട് വെറ്റാക്കിയതിന് ശേഷം ലൈറ്റ് വൈറ്റും പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഡാർക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മറൂൺ കളർ കൊടുക്കും. പെയിൻറ്റിൽ ഒരുപാട് വെള്ളം ചേർക്കേണ്ടതില്ല, തുണി നനഞ്ഞ തുണിയാണല്ലോ, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ ഡിസൈനിൻ്റെ ക്വാളിറ്റി അത് ബാധിക്കും. പെയിൻറ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വാട്ടർ പെയിൻറ്റിങ് എല്ലാവർക്കും അറിയാമല്ലോ, അതിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ഈ മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്കത് പറഞ്ഞുതരാം. വെറ്റ് ഓൺ വെറ്റ് മെത്തേഡിൽ ഒരു തവണ വാട്ടർ മിക്സ്ഡ് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലൂടെ വീണ്ടും ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് ചേർക്കും. അപ്പോഴത്തേക്ക് കിട്ടുന്ന അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ബ്ലർ ആയിരിക്കും, നല്ല സ്പ്രെഡ് ആയിട്ടിരിക്കും. അതേസമയം വെറ്റ് ഓൺ ഡ്രൈ എന്ന് പറയുമ്പോൾ വാട്ടർ പെയിൻറ് അപ്ലൈ ചെയ്തിട്ട് ആ പെയിൻറ് ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിലൂടെ വീണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചേർക്കും. പെയിൻറ് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും കളർ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഡിസൈനിന്റെ എഡ്ജ് നല്ല ഷാർപ്പായിരിക്കും. ഇതാണ് രണ്ട് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. ഈ രണ്ട് രീതികളും നമുക്ക് ഫാബ്രിക് പെയിന്റിങ്ങിലും ചെയ്യാവുന്നതാണ്. ഇതിനു പുറമെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻവാസിൽ നമ്മൾ പിക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതേപോലെ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്.
പിന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഔട്ട്ലൈനറായിട്ട് ഡാർക്കർ കളേഴ്സോ ലിക്വിഡ് എംബ്രോയിഡറിയോ അങ്ങനെ എന്തെങ്കിലും കളർ കൊടുത്ത് ഡിസൈൻ ഭംഗിയുള്ളതാക്കാം. പെയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോ കർട്ടനിൽ ചെയ്യാം, ടീഷർട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ബെഡ്ഷീറ്റിൽ ചെയ്യാം, നിങ്ങളുടെ പില്ലോ കവറിൽ വേണമെങ്കിൽ ചെയ്യാം, തുണിയായിട്ടുള്ള ഏത് സർഫസിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുണി 3 ദിവസം ഉണക്കാനായിട്ടിടുക. കുറഞ്ഞത് 1 ദിവസമെങ്കിലും ഉണക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തുണി മറിച്ച് അയൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. വളരെ എളുപ്പമാണ്. പടം വരയ്ക്കാൻ അറിഞ്ഞൂടാത്തവർക്കാണെങ്കിൽ ഡിസൈൻ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്